പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും
പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പല പ്രതിലോഭ ശക്തികളും ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാവും, ചിലപ്പോൾ മോശം സിറ്റുവേഷൻ ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്കെതിരെ കുറ്റം പറച്ചിലും നമ്മൾ ഒഴിവാക്കലും ഒറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പോംവഴിയുണ്ട്, ഒരു സൂപ്പർ പോംവഴിയാണത്. എന്താണ്? സങ്കീർത്തനം 110:1. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അത് എനിക്ക് ഭയങ്കര എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. കാര്യം ജീവിതം ഇങ്ങനെ ഇന്നിപ്പം കൃപാസനം വളരെയേറെ കൃപയിലും വളരെ സന്തോഷത്തിലൊക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷെ ഇതിന് കയ്പിൻ്റെ വല്ലാത്തൊരു മുള്ളിൽ കൂടി നടന്നിട്ടുള്ള സർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ അമ്മ എടുത്ത് കയ്യിൽ തന്നത്. മകനെ, ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നീ ഇനി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തലയിടുകയോ അഭിപ്രായം പറയുകയോ വിഷമിക്കുകയോ കിടന്നുറക്കമില്ലായിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങൾ കൂട്ടി. അത് ഞങ്ങൾ കൂട്ടിയതല്ല, അമ്മ തക്ക സമയത്ത് തന്നതാണ്. ഒരു കൊല്ലം മുഴുവനും 2003 തൊട്ട് 2004 വരെ ഒരു കൊല്ലം മുഴുവനും രാത്രിയും പകലും ഇമ വെട്ടാതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇടവകയിലായിരുന്നു ഞാനന്ന്. ഞാൻ കൃപാസനത്തിൽ വരും പോകും, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അത് അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് പറ്റി? അവസാന വിഷയപ്പോൾ അമ്മ അതിൻ്റെ അവസാനത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു 2004 ഒക്ടോബർ മാസം 25-ാം തീയതിയാണത് തീരണത്. പിന്നെ ഉടനെ 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ വിഷയം വെച്ചാൽ ചില സമയത്ത് ഇതുപോലെ കലുഷിതമായ അന്ന് ഹൗ ടു മൂവ്, ഹൗ ടു സർവൈവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാര്യം കടലോരത്തിലെ ജോലി കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന പകുതി മുക്കാൽ പ്രവർത്തകരും പോയി. അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും രൂപതയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ആസ്തിയുമില്ല, ആളുമില്ലാത്ത രീതിയിലായി. പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ മാതാവ് ശക്തമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ആസ്തിയുമില്ല, ആളുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആസ്തിയും ആളൊക്കെ വേണ്ടേ? അത് രണ്ടും ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ വലിയൊരു ഇടവക, 1000-800 വീട്ടുകാരുടെ ഇടവകയിൽ വികാരിയുമായി. എനിക്ക് അസിസ്റ്റൻറ്റും ഇല്ല. അപ്പോൾ ആവശ്യത്തിന് കല്യാണവും മരണം ഭേദപാടവും സംഘടനകളും എല്ലാം അതിൻ്റെ വഴി എങ്ങനെ നടക്കും? അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കാണിത് ഈ വിഷയം ചെയ്യണത്. ചില സമയത്ത് നമ്മൾ വിഷമിച്ചു പോകും ശരിക്കും. എന്നാലും നമ്മൾ ദൈവം ആ സമയത്ത് ആ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ കൊണ്ടുവന്ന്. ഞാനൊരു ദിവസം പള്ളിയെ അതിക്ക് ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ വർക്കെല്ലാം കഴിഞ്ഞ് തലയും കറങ്ങി വരുമ്പോഴുണ്ട് എൻ്റെ പള്ളിയുടെ വാതിക്ക് ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ
ഇത് ഒരു ആലപ്പുഴ 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് പള്ളി, പാടക്കൽ പള്ളി. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് ഞാൻ അതേ തൈക്കപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണത്, ചേർത്തല തൈക്കപ്പള്ളിയിൽ. അപ്പോൾ അവിടെ ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ ആയപ്പോൾ നാട്ടുകാർ, അവിടെ കമ്മിറ്റിക്കാർ ചോദിച്ച്, അച്ഛന് എന്താണ് ആവശ്യം, അച്ഛൻ എന്താണ് ഇല്ലാത്തതെന്ന് എന്നോട് ചോദിച്ചു. അച്ഛന് എന്താണ് ആവശ്യം, അച്ഛന് എന്താണ് ഇല്ലാത്തതെന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ പടം വേണം, അതേ ചോദിച്ചോളൂ. അല്ലാതെ ഫ്രിഡ്ജ്, TV, അന്ന് TVക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചു കൊടുത്തിരിക്കും, മജ്ജിഗോറയിലെ മാതാവ്. അപ്പോൾ ആ പടം കാണിച്ചു കൊടുത്തപ്പോൾ ആ പടം അവർ എറണാകുളത്ത് പോയി വലിയ പടം വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്ന് ഇതുപോലെ ഫ്ലക്സിലൊക്കെ വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു. പടം ഫോട്ടോ ഇത് പാടായിരുന്നു, അത് ഞാൻ പറഞ്ഞ ഒരു സൈസ് എടുക്കാൻ. ആ സൈസിലെടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ആ പടം എൻ്റെ കാറിൽ വെച്ച് ആൾക്കാരുടെ കൂടെ പോയിട്ട് ഈ വാടകപ്പള്ളി ചെന്നിട്ട് ആദ്യം എൻ്റെ പൂമുഖത്ത് മാതാവിനെ പ്രതിഷ്ഠിച്ച് വെച്ചു. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറണത്. അതിൻ്റെ അകത്ത് അതായത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ വലതുഭാഗത്ത് നീ നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കാൻ പറയും. അത് കറക്റ്റാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്തിരി ചുരുക്കുകയാണ്. അതിനുശേഷമാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 0- പോയിൻ്റ് ഉണ്ടായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത് അമ്മയിലുള്ള വിശ്വാസവും നീണ്ട ജപമാലകളുമാണ്. ഇന്ന് സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരിക്കലും എനിക്ക് മനസ്സിലായത്, സഭയിൽ 50 കൊല്ലം ഞാനിപ്പോൾ ജീവിക്കണം, 10 കൊല്ലം സെമിനാരിൽ, 40 കൊല്ലം ശുശ്രൂഷയിലും. എനിക്ക് മനസ്സിലായിരിക്കണത്, സഭ ക്രൈസിസ് ടൈമിനെ ഒരിക്കലും പ്രാർത്ഥന ചുരുക്കരുത്. ക്രൈസിസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൈസിസ് ടൈമിൽ ഇപ്പോൾ ചില ആൾക്കാർ കർണക്കൊന്ത ചൊല്ലിയിട്ട് ജപമാല ഒഴിവാക്കില്ലേ, ആ കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഞെരുക്കമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള ആംബിയർ പോയി. കർണക്കൊന്ത സഭയുടെ കൊന്തയാണ്, പക്ഷേ അതിനൊരിക്കലും ജപമാലയെ കുടുംബപ്രാർത്ഥന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കർണക്കൊന്ത കുടുംബപ്രാർത്ഥനയാണെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊരു പ്രൈവറ്റ് ഡിവോഷനാണ്. മറ്റത് കുടുംബപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലേണ്ടതാണ്. അത് ഉടനെ ജപമാല എടുത്തിട്ട്, അപ്പം ഞങ്ങളെന്താ ചെയ്തത്, ഞങ്ങളുടെ ഒരു ക്രൈസിസ് ടൈമിൽ ജപമാല പോരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ആ കടലപ്പടിയിൽ, ആ മാതാവ് ഫസ്കയിൽ ഈ 1000 മണി ജപമാല കിടക്കണം. അത്ഭുതമായിട്ട് കിടന്നൊന്നുമല്ല. സീവറെന്ന് പറഞ്ഞൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബ്രദറിന്ന് പ്രാർത്ഥിച്ച ബേവിച്ചൻ ശാന്തംപാറ, ആ ധ്യാന കേന്ദ്രത്തിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റാക്കി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹമാണ് ഈ ജപമാല കൊടുത്തത്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. എൻ്റെ അടുത്തപ്പോൾ ഞാനില്ല, ഞാൻ വരുമ്പോൾ കിടക്കണത് ആളുമില്ല, ജപമാല കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്ത ജപമാല പിറ്റേ ദിവസം ഒരു ആത്മഹത്യ നടന്ന് എൻ്റെ ഇടവകയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ പരിചയമുള്ളതല്ല, വേറെ ഒരു ഇടവകയിൽ നിന്ന് ആ ബന്ധു വീട്ടിൽ വന്ന് അവിടെ അടുക്കളയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ പോയി ആ അടുക്കളയിൽ ചിലപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോലീസ് വരണവരെ അവരെ സഹായിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് ബോഡിയും കൊണ്ട് പോയി മാസ്റ്ററേഡി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് പള്ളിയിലേക്ക് നടന്നു വരിക റോഡിൽ കൂടി. അപ്പോൾ മാതാവിൻ്റെ കുരിശടിയുണ്ട് വാതിക്കൽ. ഞാൻ അവിടെ വന്നപ്പോൾ ഗംഭീര മഴ വന്നു. ഗംഭീര മഴ മുഴുവനും 1 മണിക്കൂർ പെയ്യണ മഴ മുഴുവനും ഗംഭീര മഴ. ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ കുരിശടിയത്ത് ഇരുന്ന് ജപമാലയിൽ ചെയ്യണം ആ മഴയത്ത് മുഴുവനും. മഴ കഴിഞ്ഞ് ഞാൻ പുറത്ത് നോക്കിയപ്പോൾ വേറെ ഒരു ചേട്ടൻ നിൽക്കണം, പരിചയമുള്ളതാണ്, ജോൺ ചേട്ടൻ എന്ന് പറയും, കുളമ്പുകാട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ആ നാട്ടിലില്ല, ഇപ്പോൾ വേറെ വെള്ളാടക്ക് പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിശേഷം, ഇപ്പോൾ ഒന്ന് ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ് ഒരു ജപമാല വന്നിട്ടുണ്ട്, ഇത് നീണ്ടതാണെന്നേ ഉള്ളു, നമുക്കൊന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് ചെല്ലാമല്ലോ അച്ഛാ. പുള്ളി എൻ്റെ ഇവിടെ വന്നിട്ട് ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു ചേട്ടനുമായിട്ടിരുന്നുണ്ട്, അത് ആൻ്റണി എന്താ എന്നിട്ട് ഈ പള്ളി മാതാവിൻ്റെ അടുത്തിരുന്നിട്ട് ജപമാല ചൊല്ലി.
ഈ 1000 മഴ ജപമാല. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം പുരുഷന്മാർ 5-6 പേരെ കിട്ടി. ഞാൻ അവരെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. പിന്നെ കൃപാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ ചെല്ലിയ ചരിത്രമാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വെട്ടിച്ചുരുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പലരും കുടുംബത്തിൽ കാണിക്കാൻ മണ്ടത്തരമാണ്. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയും ഇന്ന് 10 മണി, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി, ഇന്ന് കൊന്തല. അതിനാൽ ആ കുടുംബത്തിൻ്റെ നടുവൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്ത കൊണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത പണ്ടാരങ്ങൾ വീടുകളിലുണ്ടല്ലോ ഒത്തിരി. അവർ കയറി പറയും ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ ചുരുക്കി ആ കുടുംബത്തിനെ ഒതുക്കിക്കളയും. വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും ഓർത്തേക്കണം, ശത്രുക്കളുണ്ടായ ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കാൽപ്പിടി ഞാൻ ആക്കും എപ്പോഴെങ്കിലും. അതുവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് കൃപയിൽ പ്രാർത്ഥനയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവാണ്. ടിൻസൺ. ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ്. ഇന്നലെയാണ് ഞാനിവിടെ വന്നത്, നാട്ടിൽ വന്നത്, തിരിച്ചു വന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 3-ാം തീയതിയാണ്. അതിനൊരു മാസം മുമ്പ് 2022 ഓഗസ്റ്റ് 17-ാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു. അന്ന് ഞാനിവിടെ വന്നിട്ട് തിരിച്ചു പോയിരുന്നു. 2022 ഞാൻ ഉടമ്പടി എടുക്കുമ്പം എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എനിക്കൊരു നല്ല ജോലി വേണമെന്നുള്ളതായിരുന്നു. ഞാൻ PG കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തു. ശമ്പളമൊക്കെ വളരെ കുറവായിരുന്നു. എനിക്ക് ഏകദേശം 12,000 രൂപയേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി രാജിവെച്ചു. 3 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്ന് പുതുക്കി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വന്ന് പുതുക്കാൻ വരുമ്പം എൻ്റെ പുതുക്കാൻ വരാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വരുമെന്ന് പറഞ്ഞു. പുതുക്കാൻ പൈസ ഇല്ലെങ്കിലും ജോലി ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു. 3-ാമത്തെ മാസം പുതുക്കേണ്ട സമയമായപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഏകദേശം 400 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുതുക്കണമെങ്കിൽ ഏകദേശം 300 രൂപയ്ക്ക് മേളിലാവും. ഞാൻ ഒരു തീരുമാനം എടുത്തു, എന്തായാലും പുതുക്കണം. ഞാനൊരു ദിവസം രാത്രി, ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ വീട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 12 മണിയായപ്പം ഞാൻ അവിടുന്ന് കൊന്തയിൽ നടക്കാൻ തുടങ്ങി കൃപാസനത്തിലേക്ക്. ഞാനിവിടെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി. അന്ന് എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. പക്ഷേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം നടന്നു കിട്ടി. എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈശോയെ മാതാവിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റണമെന്നുള്ളത്. അന്ന് ഇവിടുന്ന് പോയി ക്ഷീണമായിരുന്നു. ഞാൻ റൂമിൽ ചെന്ന് കിടന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു തിരുക്കുടുംബത്തിൻ്റെ രൂപമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ണീശോ നേരെ ഇറങ്ങിയിട്ട് രാവിലെ വരെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം കളിച്ചു. എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. ഞാൻ ചിരിച്ച് കളിച്ച് നിന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഓർത്ത് എന്ത് പറയണമെന്ന് ഓർത്തിട്ട് ഒന്നും കിട്ടുന്നില്ല. സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. 3 മണിയായപ്പോൾ ഞാൻ ഉണ്ണീശോട് ചോദിച്ചു ഇപ്പോൾ എല്ലാവരും എണീറ്റ് വരുമല്ലോ എന്ന് ചോദിച്ചു. തിരിച്ച് ഓടിപ്പോയി ആ രൂപത്തെ കയറി ഇരുന്നു. പിന്നെ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് മുതൽ. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നടന്നു കിട്ടിയേ. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്നു. പക്ഷേ അന്ന് എനിക്ക് പുതുക്കാനൊരു മാർഗ്ഗമില്ല. എൻ്റെ ഇന്ന് എനിക്ക് കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. ഇപ്പം പുതിയതായിട്ട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ഞാനിവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി പേര് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എനിക്ക് പുതുക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നീ 1 രൂപയും തരണ്ട, നീ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ പോലെ ഞാൻ നാണം കെടാതെ ഒരാളുടെ അടുത്തും പോയില്ല. ആ ചേച്ചി തന്നെ എല്ലാം നടന്ന് ചെയ്ത് എനിക്ക് ഉടമ്പടി എടുത്തു തന്നു. ഞാൻ ഇവിടുന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായിലേക്ക് പോയി. ദുബായ് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പോകുന്നത് 2023 ഒക്ടോബർ 11-ാം തീയതിയാണ് ദുബായിൽ ഞാൻ എത്തുന്നത്. എത്തി ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ കാശെല്ലാം തീർന്നു. കാരണം ഞാൻ വെറും 25,000 രൂപയായിട്ട് ഇവിടുന്ന് പോയത്. അവിടെ എനിക്കത് കിട്ടിയത് അവിടുന്ന് പൈസ മാറിയപ്പോൾ 954 ദിർഹമാണ്. അതിൽ 450 ദിർഹം റൂമിനും 250 വാടകയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളി പോകാനുള്ള ഇച്ചിരി പൈസയേ ഉള്ളൂ. 24-ാം തീയതി ആയപ്പം ഒക്ടോബർ 24, 2023 എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് 20 ദിർഹമാണ്. അപ്പോൾ അന്ന് ഞാൻ അവിടെ പള്ളിയിൽ നിൽക്കുമ്പം ഒരു ആഫ്രിക്കൻ അമ്മച്ചി അവിടെ നിന്ന് കരയുക. അപ്പോൾ എനിക്ക് ഇവരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇവർ ഏത് ഭാഷയാണ് ഒന്നും അറിയില്ല. ഞാൻ ചെന്നിട്ട് പറഞ്ഞു എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ. അപ്പോൾ ഇവരുടെ എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു, വിസ കൊടുക്കത്തില്ല അവർക്ക്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കരയണ്ട. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു കൃപാസന മാതാവിൻ്റെ പടം ആരോ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മലയാളം പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന എടുത്ത് ഞാൻ പോക്കറ്റ് ഇട്ട് ഞാൻ പറഞ്ഞു ഈ പടം നിങ്ങൾ പിടിച്ചോ, ഈ മാതാവ് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവരോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അടുത്ത ദിവസം കൂടെ പള്ളി വരാനുള്ള 20 ദിർഹം എൻ്റെ ലാഗേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം 20 ദിർഹം കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു നിങ്ങളിത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ 20 ദിർഹം കൊടുത്തിട്ട് ഞാൻ തിരിച്ചോടി പള്ളി വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എൻ്റെ പൈസ തീർന്നു, ഞാൻ എങ്ങനെ പള്ളി വരുന്നതെന്ന് ചോദിച്ചു. കാരണം ഞാൻ താമസിക്കുന്ന അബൂഹയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ദുബായിലുള്ളവർക്കൊക്കെ അറിയാം പള്ളിയിൽ നിന്ന് ഇച്ചിരി ദൂരമുണ്ട്. പള്ളി ഊതുമേത്തയിലാണ്. അപ്പം ഞാൻ അവിടുന്ന് തീരുമാനിച്ചു എന്ത് വന്നാലും പള്ളി വരും, കുർബാന മുടക്കില്ല. കാരണം വൈകുന്നേരം വരെ അവിടെ കുർബാനയുണ്ട്. അപ്പം നടന്നാലാണെങ്കിലും പള്ളി വരാം. ഞാനൊരു ദിവസം 3 മണിക്ക് പിറ്റേ ദിവസം എണീക്കുക. 3 മണിക്ക് എണീറ്റിട്ട് ഇതേമാതിരി ഇവിടെ നടന്ന ധൈര്യത്തിൽ ഞാൻ അവിടെ നടന്നു. വഴിയൊന്നും അറിയില്ല. ഓഫ്ലൈൻ മാപ്പിട്ട് നടന്നു. 6 മണിക്കാണ് കുർബാന. ഞാൻ 5:30 ആയപ്പോൾ പള്ളിയിലെത്തി. 2.5 മണിക്കൂർ കൊണ്ട് നടന്ന് പള്ളിയിലെത്തി. അങ്ങനെ 3 ദിവസം നടന്നു. 28-ാം തീയതി ഇവിടെ ജവമാല റാലി നടക്കും. അപ്പോൾ ഞാൻ സങ്കടം പറഞ്ഞു മാതാവിനോട് എനിക്ക് റാലി പങ്കെടുക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ 2 മണിക്കൂറേ നടക്കാൻ പറ്റുള്ളൂ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് മാതാവ് ശരിക്കും എൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു.
ഈ 2 മണിക്കൂർ നടന്നെത്തേണ്ട പള്ളിയിലെത്തേണ്ട ഞാൻ എൻ്റെ വഴി തെറ്റിപ്പോയി. ഞാൻ 4.5 മണിക്കൂറായിട്ട് പള്ളിയിലെത്തുന്നില്ല. 4 സമ്പൂർണ്ണ ജപമാല കഴിഞ്ഞിട്ട് എനിക്ക് പള്ളിയിലെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി, മാതാവ് എനിക്ക് എത്താൻ പറ്റുന്നില്ല, ഞാൻ ചിലപ്പോൾ ഇവിടെ വീടും, ഇനി എന്ത് ചെയ്യും, എനിക്ക് മുന്നോട്ട് പോകാനൊരു ഓപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മാതാവ് പള്ളി കാണിച്ചു തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും എൻ്റെ കുർബാന മുടക്കിയിട്ടില്ല പള്ളിയിൽ. ഞാൻ ഏകദേശം 2 മാസമായിട്ടുള്ളൂ മെട്രോയിൽ പോകാൻ തുടങ്ങിയിട്ട്. അതുവരെ ഞാൻ നടന്നാ പോകുന്നത്. എന്നോട് എല്ലാവരും ചോദിച്ചു, നിനക്ക് ജോലി കിട്ടിയില്ലേ, നീ എന്തിനാടാ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോലി കിട്ടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ പറയും ജോലി കിട്ടാൻ വേണ്ടി ഞാൻ നടന്നെന്ന് പറയും. ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയല്ല നടന്നത്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഈശോയുടെ കൂടെ നിൽക്കുമെന്ന്. എനിക്ക് അങ്ങനെ ഇരിക്കെ ഡിസംബർ ആയപ്പോൾ എൻ്റെ വിസ തീർന്നു. വിസ പുതുക്കാൻ എൻ്റെ പൈസയില്ല. ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് ചെന്നു. 5-ാം തീയതി എൻ്റെ വിസ പുതുക്കി തന്നു മാതാവ്. 1 രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. ഏകദേശം 25,000 രൂപയ്ക്ക് മേളിലാവും വിസ പുതുക്കണമെങ്കിൽ. പുതുക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുക മാതാവിനോട്, അമ്മ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വേണം, എന്ത് ചെയ്യും, എനിക്ക് ജോലി ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഡിസംബർ 20 ആയപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞിട്ടാണോ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ തരുന്നതെന്ന് ചോദിച്ചു. 20-ാം തീയതി ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. 21-ാം തീയതി എന്നോട് പറഞ്ഞു വീണ്ടും വരാൻ പറഞ്ഞു. അപ്പം 20-ാം തീയതി ഏകദേശം കിട്ടിയെന്ന് പറഞ്ഞാൽ വിളിച്ചത്. പക്ഷേ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു കിട്ടിയിട്ടില്ല, ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്, ഒരാളെ അവിടെ കാണണം, നീ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വൈകിട്ട് മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ ജോലി വേണ്ട, നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നീ ഒരു അടയാളം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോലി തരാൻ വിളിച്ച ഇതിൻ്റെ ഉടമസ്ഥനോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ജോലിക്ക് കയറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെല്ലുമ്പം അടയാളമായിട്ട് മാതാവ്, സാധാരണ നമ്മളൊരു ഇൻ്റർവ്യൂവിന് ചെന്നാൽ അവർ ചോദിക്കുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. പക്ഷേ എന്നോട് ചോദിച്ചത്, എടാ ഈ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നാ സാറിനോട് ചോദിക്കുക. ഞാൻ ഞെട്ടി. ഞാനൊരു അടയാളം ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ സാറിന് പറ്റും ഉറപ്പാന്ന് പറഞ്ഞു. രണ്ടാമത് സാറ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിരുന്നു ഒരു കുറച്ച് നേരം എനിക്ക് ചാപ്പലി വന്നിരിക്കണം, അവിടെ നിത്യാരാധന ചാപ്പലുണ്ട്, അപ്പോൾ എനിക്ക് ചാപ്പലി ഇരിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു. ഈ സാർ എന്നോട് രണ്ടാമത് പറയുന്നത്, എടാ മേളിലൊരു ചാപ്പലുണ്ട്, നീ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഈ 2 ചോദ്യം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞാൻ 1 മണിക്കൂർ ഇരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അവിടെ ചെന്ന് പള്ളിയിൽ. ഇന്ന് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വരുന്നുണ്ട്. എല്ലാ ദിവസവും 5 മണിക്കൂർ കൂടുതൽ എനിക്ക് നിത്യാരാധന ചാപ്പലിൽ ഇരിക്കാൻ വരുന്നുണ്ട്, പള്ളിയിൽ പോയി ഇരിക്കാൻ വരുന്നുണ്ട്. ഇതൊക്കെ ക്രമീകരിച്ചു തന്നത് എൻ്റെ മാതാവാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇങ്ങോട്ട് വന്നത് ഈ റാലി പങ്കെടുക്കാനും എൻ്റെ ഉടമ്പടി പുതുക്കാനും ഈ സാക്ഷ്യം പറയാനും വേണ്ടി മാത്രമാണ്. ഞാൻ ഉടമ്പടി റാലിക്ക് പങ്കെടുക്കാൻ ഞാൻ ടിക്കറ്റ് എടുത്തു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28 ആയതുകൊണ്ട് ഞാനും ഒക്ടോബർ 28 ചാടിക്കയറി ടിക്കറ്റ് എടുത്തു ജൂലൈയിൽ. പക്ഷേ അത് കഴിഞ്ഞാൽ അറിയുന്നത് ഒക്ടോബർ 24-ാം തീയതിയാണ് ഇതെന്ന്. ഞാൻ സാലറിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. എനിക്ക് സാലറിയൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇതെന്ത് ചെയ്യും. ഞാൻ പറഞ്ഞു, HR-നെ ഞാൻ വിളിച്ചു അപ്പം തന്നെ പള്ളിയിൽ നിന്നുകൊണ്ട്, എനിക്ക് റാലിക്ക് പോകണം, എൻ്റെ ലീവ് മാറ്റി തരണം, റാലി ഡേറ്റ് മാറിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. ഓക്കെ നീ ബുക്ക് ചെയ്തോളാം പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ സാലറിയിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചുകൊണ്ട് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എനിക്കൊരു 200 ദർഹം എക്സ്ട്രാ വന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അത്ഭുതമാണ്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വരുന്നത് സ്പൈസ് ജെറ്റിനാണ്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫുഡ് വേണം കേട്ടോ, പക്ഷേ സ്പൈസ് ജെറ്റിന് ഫുഡ് കിട്ടണേ കാശ് കൊടുക്കണം, എൻ്റെ കാശില്ലെന്ന് പറഞ്ഞു. ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്ന് കൊന്തയല്ലി ഉറങ്ങിപ്പോയി. എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ എന്നെ വിളിച്ചിട്ട് നീ വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, എനിക്ക് വേണ്ട, ഞാൻ ചെന്നിട്ട് കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു. ഇല്ല നീ കഴിക്കണമെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് ഫുഡ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് തന്നു. ഞാനിവിടെ ഇറങ്ങുമ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു, എൻ്റെ പൈസ ഇല്ല, ഞാൻ ബസ്സിനാണ് പോകുന്നത്, എനിക്ക് വീട്ടിലെത്തണം, ഒരുപാട് ലഗേജ് ഉണ്ട്, 30 കിലോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ചേട്ടൻ എന്നോട് ചോദിക്കുക, നീ എവിടെയാ താമസിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചങ്ങനാശ്ശേരിയില്ല. അപ്പോൾ ചേട്ടൻ പറയുക, ഞാൻ തിരുവല്ലയിലാണ്, ഒരു കാര്യം ചെയ്യും, നിനക്ക് എൻ്റെ കൂടെ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നെ ഫ്രീ ആയിട്ട് ഇന്നലെ അവിടുന്ന് ഇവിടം വരെ വന്നു. ഞാൻ 11:30 ആയപ്പോൾ എൻ്റെ വീട്ടിലെത്തി. ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടം വരെ ഒരു കുഴപ്പമില്ലാണ്ട് വന്നു. ഞാൻ വരുമ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു, ഉടമ്പടി പുതുക്കുമ്പോൾ മാതാവിനെ എടുക്കാൻ ഒരു കൃപ തരാമോ എന്ന് ചോദിച്ചിരുന്നു. ഇവിടെ വന്നു എന്നെ വിളിച്ചു, എനിക്ക് മാതാവിനെ എടുക്കാൻ അവർ കൃപ തന്നു. ഞാനാണ് മാതാവിനെ എടുത്തുകൊണ്ട് പ്രതിഷ്ഠത്തിന് വന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് സാക്ഷി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 8:21 ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ഈശോ ഈ തിരുവചനങ്ങൾ പറയുമ്പോൾ തൻ്റെ അമ്മയെ എങ്ങനെയാണ് തൻ്റെ അമ്മ ജീവിക്കുന്നതെന്ന് മനുഷ്യരുടെ മുമ്പിൽ ഈശോ ഉയർത്തി കാട്ടുകയാണ്. നിന്നെ പാലൂട്ടിയ മുലകളും നിന്നെ വഹിച്ച ഉദരവും ഭാഗ്യമുള്ളത് എന്ന് ജനക്കൂട്ടത്തിലൊരു സ്ത്രീ വിളിച്ചു പറയുമ്പോഴാണ് ഈശോ ഈ തിരുവചനങ്ങൾ ഉദ്ധരിക്കുക. ഇവിടെ ടിൻസൺ ജോസഫ് ഇന്ന് ദുബായിൽ നിന്ന് ഇന്നലെ വന്നു. ഇവിടെ വന്നത് ജപമാല അഖണ്ഡ ജപമാല മഹാറാലി കൂടുവാനും തൻ്റെ ഉടമ്പടി പുതുക്കുവാനും ഒരാഴ്ചത്തെ ലീവിന് വേണ്ടിയിട്ടാണ് ഈ യുവാവ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ മകന് പറയാനുള്ളതെല്ലാം, അതായത് നാം അതെല്ലാം കേട്ടുകഴിഞ്ഞു. തൻ്റെ ജോലിയുടെ സാധ്യതകൾ ഇതൊന്നുമില്ലാതിരുന്നപ്പോഴും എങ്ങനെയാണ് ഈ മകൻ കർത്താവിന് വേണ്ടിയിട്ട് ജീവിച്ചത്. തനിക്ക് ഉടമ്പടി പുതുക്കാൻ പൈസയില്ലല്ലോ എന്ന് പറഞ്ഞ്
അവിടെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ല ചെയ്തത്, താൻ നടന്നു എന്നാണ് പറഞ്ഞത്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വരെ. അപ്പോൾ പിന്നീട് ഈശോ കൊടുത്ത കൃപ, ഉണ്ണീശോ തൻ്റെ കൂടെ രാത്രി മൊത്തം ഉണ്ടായിരുന്നു. ഇതൊക്കെ എക്സാജറേഷനോ ഹാലൂസിനേഷനോ ഒക്കെ ആണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഈ യുവാവിനോട് നമുക്കിന്നത് പറയാൻ പറ്റില്ല. ഈ ആ മകൻ അനുഭവിച്ചതാണത്. അതുപോലെ അതായത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ, ഏതറ്റം വരെ പോകുവാൻ, തൻ്റെ ഉടമ്പടിയെ അത്രയ്ക്ക് കർത്താവിനോട് കൊടുത്ത വാക്കാണ്. കർത്താവിനോടാണ് നാം വാക്ക് കൊടുക്കുക, ഉടമ്പടി അതാണ്. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് അത് ഉഴപ്പി നടക്കാനല്ല, ഉടമ്പടി ഏറ്റവും നന്നായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് ഈശോ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഈ മകൻ എടുത്ത ആ ഒരു റിസ്ക്. അതുകൊണ്ടാണ് വിശേഷ വിധിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ മകൻ അതിന് പറയാൻ വാക്കുണ്ട്. അതായത് താൻ എന്താണ് വിശേഷ വിധിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ നാം സീരിയസ് ആയാൽ ദൈവം സിൻസിയറാകും, നാം സിൻസിയറായാൽ ദൈവം സീരിയസ് ആകും. ഇതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. ഉടമ്പടി ജീവിതം ഉത്തരവാദിത്വപൂർണമായ ഒരു ജീവിതമാണ്. അത് വെറുമൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടതൊന്നല്ല. അങ്ങനെ ഇന്ന് പിന്നീട് തനിക്ക് ദുബായിലുമൊക്കെ ജോലിയൊന്നുമില്ലാത്ത അവസരത്തിലും ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും പറയുന്നത് എന്താണ്? വിശുദ്ധ കുർബാന മുടങ്ങുന്ന ഒരു ജോലി എനിക്ക് വേണ്ട. എത്രയോ പേരാണ് ഇന്ന് സാക്ഷ്യം പറയാനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് സമയമില്ല, അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നില്ല, ജോലി ഉള്ളതുകൊണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന നാം ഈ സാക്ഷ്യവും കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് അസസ് ചെയ്യേണ്ടത്. തനിക്ക് ജോലി ഇല്ലാത്തപ്പോഴും കിട്ടിയ ജോലി, വിശുദ്ധ കുർബാനയിലേക്കുള്ള പ്രാധാന്യം ഈ മകൻ മുൻപോട്ടെടുത്ത് വെക്കുമ്പോൾ പിന്നീട് എങ്ങനെയാണ് അതേ ജോലി തന്നെ ഈ മകന് കിട്ടുന്നത്? അമ്മയോട് ചോദിക്കുന്ന ഓരോ കാര്യത്തിനും, അമ്മയോട് ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കുന്നു, അത് അമ്മ കൊടുക്കുന്നു. അതുപോലെ തനിക്ക് ഭക്ഷിക്കാനില്ലാത്തപ്പോഴും തൻ്റെ കയ്യിലുള്ള തുച്ഛമായ പൈസയും മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ഈ മകനെ തേടി എത്രയോ കരങ്ങളാണ്, ഈ മകൻ അറിയാത്ത കരങ്ങൾ ഈ മകൻ്റെ ഒപ്പം എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വീണ്ടും തിരുവചനം പറയുന്നുണ്ട്. അതായത് ഫലം തരുന്നതിനെ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15 നമുക്ക് കാണുവാൻ കഴിയും. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയാണ്, ഫലം തരാത്തതിനെ മുറിച്ച് കളയുകയാണ്. അതുകൊണ്ട് തനിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും തനിക്ക് കഷ്ടനഷ്ടങ്ങളില്ലെന്നല്ല, ഒത്തിരിയേറെ പ്രതിസന്ധികളൊക്കെ ഈ മകൻ അനുഭവിച്ചു. എന്നാൽ ഒന്നിനും ഈ മകനെ തളർത്താൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അതുകൊണ്ടാണ് ലൂക്ക 8:21 ആരെയാണ് ഈശോ കൂടുതൽ പ്രശംസിക്കുന്നതെന്ന് കേൾക്കുന്നത്? ആരാണോ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്, അവരാണ് എൻ്റെ അമ്മ, അവരാണ് എൻ്റെ സഹോദരർ. അതുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ് ഉടമ്പടി എന്നുള്ളത് നമുക്ക് കൂടെ ഓർക്കാം. ഈ മകനും ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ. ദീപ, ഞാൻ അമേരിക്കയിൽ ഷിക്കാഗോ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. നാട്ടിൽ ദേശം മാളയാണ്. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് സ്ഥിരമായി ആലപ്പുഴയിലെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവൾ ജോലിയിൽ നിന്നെല്ലാം ലീവ് എടുത്തിട്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ അന്ന് ചോദിക്കുമായിരുന്നു, എൻ്റെ റാണി, നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ പോയി അമ്മയോട് പറഞ്ഞാലും കേൾക്കത്തില്ലേ? എന്തിനാണ് ആലപ്പുഴയിലെ പരിശുദ്ധ അമ്മയുടെ മുന്നിലേക്ക് പോകുന്നതെന്ന്. അങ്ങനെയുള്ള എന്നെയാണ് ആലപ്പുഴയിലെ പരിശുദ്ധ അമ്മ സാക്ഷ്യം പറയുവാനായി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എനിക്ക് 4 മക്കളാണ്. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അപ്പം എൻ്റെ മകള് അമേരിക്കയിൽ 9ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഹൈസ്കൂൾ കഴിഞ്ഞു, +2 കഴിഞ്ഞു. കോയമ്പത്തൂർ PSG മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടി. അവിടെ 5 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അമേരിക്കയിൽ MD പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടേറിയ 3 എക്സാം കഴിഞ്ഞിട്ട് ശേഷം മാത്രമാണ് അവിടെ MDക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ.
അപ്പോൾ ഒത്തിരി പേര് നാട്ടിൽ MBBS കഴിഞ്ഞ് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു എക്സാമാണ്. പലരും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ നമ്മൾക്കെല്ലാം ഒത്തിരി ടെൻഷൻ പിടിച്ച കഴിഞ്ഞ 2 വർഷക്കാലം ആയിരുന്നു അത്. അപ്പോൾ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൾ ആദ്യത്തെ പരീക്ഷ പാസ്സായി. രണ്ടാമത്തെ പരീക്ഷയുടെ സമയത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ പരീക്ഷ പാസ്സായി എൻ്റെ മകൾക്ക് അമേരിക്കയിൽ ഒരു MD പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിച്ചോളാമെന്ന് നേർന്നിരുന്നു. അപ്പോൾ രണ്ടാമത്തെ എക്സാം കഴിഞ്ഞപ്പോൾ അവൾ 2 മാർക്കിനാണ് പാസ്സായത്. 210 വേണ്ടടുത്ത് 212 മാർക്ക് കിട്ടിയാണ് പാസ്സായത്. അപ്പോൾ അത്രയും ലോ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ യൂഷ്വലി കുട്ടികൾക്കെല്ലാം ഒരു 3-4 വർഷം പോകും അപ്ലിക്കേഷൻ കൊടുത്ത്. അവർ ഭയങ്കര മാർക്കുള്ളവരെ വിളിച്ച് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം കഴിഞ്ഞു. ഈ പ്രാവശ്യം കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇരുന്നിരുന്നത്. അത് എക്സാം എടുത്തതും അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 1 മുൻപ് അപ്ലൈ ചെയ്തവർക്കാണ് ആ വർഷത്തിൽ അപ്ലിക്കേഷൻ എടുത്ത് ഇൻ്റർവ്യൂ എല്ലാം കിട്ടുള്ളൂ. എൻ്റെ മകൾ രണ്ടാമത്തെ പരീക്ഷ എടുക്കുന്നത് നവംബർ മാസത്തിലാണ്. അപ്പോൾ ഫാമിലി അടക്കം എല്ലാവരും പറഞ്ഞു, ഓക്കെ, എന്തായാലും ഈ വർഷം പോയി, ഇനി കിട്ടില്ല. കാരണം നവംബറിൽ എക്സാം എടുത്ത് ഡിസംബർ ആദ്യത്തിൽ റിസൾട്ട് വന്നു. അപ്പം 2 മാർക്കിന് അവൾ പാസ്സായി. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 31 ആണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അപ്ലിക്കേഷൻ വെക്കുകയല്ല അവിടത്തും, നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് നോക്കാം. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഞാൻ വെച്ചിട്ട് കാര്യമില്ല. കാരണം 1 മില്യണിൽ ഒരാൾക്ക്, അതായത് ഒരു 10 ലക്ഷം പേരിൽ ഒരാൾക്ക് എങ്ങനെ കിട്ടും? അത്രയും ചാൻസേ അമ്മ അതിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഈ അപ്ലിക്കേഷൻ ഫീസായ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം വരും അപ്ലിക്കേഷൻ ഫീസ് തന്നെ. എന്തിനാണത് ഈ വർഷം കളയുന്നത്? നമുക്ക് അടുത്ത വർഷം കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, നമ്മൾ വിശ്വസിച്ച് നീ 2 നേരം പ്രാർത്ഥിക്ക്. അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കിട്ടുമെന്ന് പറഞ്ഞ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റായ ഡിസംബർ 31 എൻ്റെ മകൾ 400 മെഡിക്കൽ കോളേജുകളിൽ അപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. അപ്പോൾ അത് അപ്ലിക്കേഷൻ കൊടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഫെബ്രുവരി മാസം ആയപ്പോഴത്തേനും 400 അപ്ലിക്കേഷനിൽ നിന്ന് ന്യൂയോർക്കിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ ലഭിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ ലഭിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോഴും അവൾ പറഞ്ഞു, അമ്മ അത് ഭാഗ്യം കൊണ്ടൊരെണ്ണം കിട്ടിയതാണ്, എന്തായാലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ മാർച്ച് 10 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഏകദേശം മാർച്ച് 3rd വീക്കിലാണ് അവരതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് 400 സ്ഥലത്ത് കൊടുത്തതിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ തന്നെ പാസ്സായി അമേരിക്കയിൽ ജനറൽ മെഡിസിന് MD പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോമിശിഹായ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാനതിൽ. രണ്ടാമത്തെ അത്ഭുതമെന്ന് പറഞ്ഞത് എനിക്കുണ്ടായത്, ഞങ്ങൾ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടികളെല്ലാം വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒരു പ്രോപ്പർട്ടികളും വിറ്റ് പോകാതെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ 4 മക്കളുടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ ഒരു സ്ഥിരം പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റുപോയി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ അന്ന് എൻ്റെ ഫ്ലൈറ്റ് 12 മണിക്കാണ് രാത്രി. അപ്പോൾ രാത്രിയിൽ ഒരു 8 മണി ആയപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പം ഞാൻ പല സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മളിവിടെ നിന്ന് കിട്ടി വെഞ്ചിരിച്ച് ഉപ്പ് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടികളിലെല്ലാം വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കുമെന്നുള്ളത്. അപ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ രാത്രി 12 മണിക്ക് പോകണം വീട്ടിൽ നിന്ന്. എന്നാൽ 8 മണിക്ക് ഞാൻ ഡ്രൈവർ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇന്ന സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ പോയി. രാത്രി 8 മണിയായി, കൂരാകൂരിട്ടാണ്. എങ്കിലും ഞാനത് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അമേരിക്കയിൽ തിരിച്ചെത്തി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ വന്നു. അപ്പോൾ ആ ഭൂമി കച്ചവടമായി. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുകയാണ്. മൂന്നാമത്തെ അത്ഭുതം എനിക്ക് കിട്ടിയത്, എൻ്റെ സിസ്റ്റർ 48 വയസ്സുണ്ട്, US തന്നെയാണ്. അപ്പോൾ അവൾ നേഴ്സിംഗ് പരീക്ഷ പാസ്സായതാണ്. പക്ഷേ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നൊരാഗ്രഹം. കോഴ്സിന് ചേർന്നു. ആദ്യത്തെ പ്രാവശ്യം ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ആ മകൾക്ക് 55% മാർക്കേ കിട്ടിയുള്ളൂ. ആവറേജ് 4 പരീക്ഷകളിലായിട്ട് 80% മാർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് മാർക്ക് വളരെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട്
അടുത്ത പരീക്ഷകളിലെല്ലാം 90% കൂടുതൽ മാർക്ക് കിട്ടിയാലാണ് നിൻ്റെ ആവറേജ് 80% കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റർ വളരെയധികം വിഷമിച്ചു. കാരണം പ്രായം കടന്നു, ഒരാഗ്രഹം കൊണ്ട് ചേർന്നതാണ് കോഴ്സിന്. അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് വല്ലാത്ത വിഷമം പ്രയാസവും, നീ ഒന്ന് പ്രാർത്ഥിച്ചോളൂ, എനിക്ക് തോന്നണില്ല ഇനി എനിക്കത് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലും എൻ്റെ ഈശോയെ എങ്ങനെ ഞാൻ ഈ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും? നീ പാസ്സാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളൂ, നമുക്ക് മാതാവ് ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങി കാറിൽ കയറിയപ്പോൾ ഏകദേശം ഇവിടെ ഒരു 3 മണിയായിട്ടുണ്ട്. കാറിൽ കയറിയപ്പോൾ അവൾ എന്നെ വിളിച്ച് പറയുകയാണ്, ചേച്ചി ഞാൻ 2ാമത്തെ പരീക്ഷ എഴുതി, അതിനകത്ത് എനിക്ക് 92% മാർക്കുണ്ടെന്ന്. അത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 55% നിന്ന് 92%ലേക്കുള്ള ദൂരം വളരെ വലിയതാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ഒത്തിരി വിഷമിച്ച് ലൈബ്രറിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൂടെ പഠിക്കുന്ന കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ 12-14 മണിക്കൂറല്ല ഇരുന്ന് പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, പഠിക്കുന്നുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ എങ്ങനെയാണ് പരീക്ഷ അറ്റാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആ കുട്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ ആ കുട്ടിയാണ് ആക്ച്വലി, ആ കുട്ടിയിലൂടെയാണ് മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. 92% മാർക്ക് അടുത്ത 3 പരീക്ഷകളിലും കിട്ടി. അവളിപ്പോൾ 6ൻ്റെ കോഴ്സ് പൂർത്തിയാക്കി ലൈസൻസ് എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വിശ്വാസമില്ലാതിരുന്ന എനിക്ക് മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ്, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച 6 കാര്യങ്ങളിൽ 3 കാര്യങ്ങളും വളരെ സ്പീഡിൽ തന്നെ എനിക്ക് നടന്നു കിട്ടി. വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെയും പ്രാർത്ഥന മാതാവ് തീർച്ചയായിട്ടും കേൾക്കും. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുന്നത് എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും, അതുപോലെ പ്രതിസന്ധികൾ നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും അമ്മ മാതാവ് നമ്മളെ ക്ഷണിക്കും. പ്രത്യേകിച്ച് വിശ്വാസം കുറവാണെങ്കിൽ പോലും അമ്മ നമ്മളെ ക്ഷണിക്കും. ഇവിടെ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഒരു ദുരന്തങ്ങൾ വരാൻ പോകുന്ന പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് അമ്മ മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം അമ്മ നൽകിയ ഒരു വലിയ ആയുധമാണ് പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന. ഇത് മരിയൻ ഉടമ്പടി പ്രാർത്ഥന വെറുതെ ചൊല്ലിക്കിടക്കുന്ന കുറേ പ്രാർത്ഥനകൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ, വിശ്വാസ പ്രമാണം അങ്ങനെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മറിച്ച് അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ പരിചാരകന്മാരോട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. മരിയൻ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യും. ആര് പറയുന്നത് പോലെ? യേശുക്രിസ്തു പറയുന്നത് പോലെ. യേശുക്രിസ്തുവിനെ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറായാൽ എന്തൊക്കെയാണ് മരിയൻ ഉടമ്പടി തന്നത്? ആ നിബന്ധനകളൊക്കെ വിശ്വാസത്തോടെ മാത്രമല്ല, വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വിശ്വാസം ചില സമയങ്ങളിൽ കാര്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ പകുതിയോളം വിട്ടുകളയും. പക്ഷെ വിശ്വസ്തയോടെ നിലനിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും കൂടെ ഉണ്ടാവും. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് 400 ഒരാഴ്ചക്കുള്ളിൽ 400 സ്ഥലങ്ങളിൽ അഡ്മിഷന് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനൊക്കെ ഡിസംബർ 31-ാം തീയതിയാണ് അഡ്മിഷനായിട്ട് ലാസ്റ്റ് ഡേറ്റ് വെച്ചിരിക്കുന്നതെങ്കിലും പലരും അപ്ലൈ ചെയ്യുന്നത് ജൂൺ ജൂലൈ മുതൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങും. കാരണം അങ്ങനെ അപ്ലൈ ചെയ്താലേ ഈ പറഞ്ഞ സമയത്ത് അപ്പോഴേ അപ്ലൈ ചെയ്താലേ കുറച്ചെങ്കിലും കിട്ടത്തുള്ളൂ. പക്ഷേ ഈ സഹോദരി, ഈ ആൻറ്റിയുടെ മകള് എന്താണ് ചെയ്തത്? ഡിസംബർ 31-ാം തീയതിയാണ് അതിന് അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തന്നെ. അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത്രമാത്രം ഇനി വിട്ടുപോയ കാര്യമാണ്. പക്ഷെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഞാൻ വിശ്വസ്തയോടെ പാലിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ ആൻറ്റി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ഈ മരിയൻ ഉടമ്പടി എടുക്കുന്നു, വിശ്വസ്തയോടെ നിലകൊള്ളുന്നു. പ്രതീക്ഷയിലോട്ടും ഇനി കിട്ടാൻ പോകുന്നില്ല, 400 സ്ഥലങ്ങളിൽ ചെയ്തിട്ടും ഇനി അത് കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം അമ്മ മാതാവും ഈശോയും ഏറ്റെടുത്തു. അമ്മ മാതാവും ഈശോയും ഏറ്റെടുത്തിട്ട് അത് അതിവേഗം ചെയ്തു എന്നാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പോലും പറയുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന് എങ്ങനെയാണ് നിനക്കത് സാധിച്ചെന്ന് വരെ ചോദിച്ചവരുണ്ട്. പക്ഷേ അമ്മ മാതാവിനെ അറിയാം, ഈശോയ്ക്കറിയാം ഇവർ കൃത്യമായിട്ടത് പാലിച്ചു എന്നത്. അതുപോലെ തന്നെ 12 വർഷമായിട്ട് വിൽക്കാതിരുന്ന സ്ഥലം അത് ഫ്ലൈറ്റ് പോകാനായിട്ടുള്ള സമയത്തിന് മുമ്പ് 1 മണിക്കൂർ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വന്ന് ഇവിടുത്തെ നേർച്ച വസ്തു 12ഓളം പ്രാർത്ഥനകൾ ചൊല്ലിയാണ് ജോസഫ് അച്ഛൻ അത് വെഞ്ചരിക്കുന്നത്. ഇനി അതിനിടയ്ക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും.
ഇത് അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ഈ നേർച്ച വസ്തുക്കളിലുള്ളത്. അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഉടമ്പടി കാശുരൂപം ഉപയോഗിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഇതൊക്കെ ഉറപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വ്യക്തി, ഈ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന വ്യക്തി അത് വിശ്വസ്തരെ പാലിക്കുന്നു എന്നത് ഉറപ്പുവരുത്തുന്നതാണ്. ഇത് അടയാളങ്ങളിലൂടെ കർത്താവിൻ്റെ ഇത് നമ്മുടെ കൂടെ ഉണ്ടെന്ന് കർത്താവ് അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കും. ഇവിടെ നടക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ ഈ അടയാളങ്ങളോട് സ്ഥിരീകരിക്കുന്നത് അമ്മമാതാവും ഈശോയും പരിശുദ്ധാത്മാവും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉപ്പ് വിതറി അതിൻ്റെ വിശ്വാസമാണ് ചൊല്ലിയിട്ട് ഈ ആൻറ്റി തിരിച്ചു പോവുകയാണ്. പിന്നീട് വരുന്നത് ഭർത്താവ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഇവിടെ വന്നു. അപ്പോഴേക്കും ഈ സ്ഥലം കച്ചവടമായിട്ട് മാറ്റപ്പെട്ടു. 48 വയസ്സുള്ള സിസ്റ്റർ RN എക്സാം എഴുതാനായിട്ട് കുറേ ശ്രമിച്ചു, പഠിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പക്ഷെ പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയിലൂടെ അവിടെ പരിചയമുണ്ട്. എന്നാൽ പഠിക്കാൻ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയിലൂടെ അതിനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മ മാതാവ് നമ്മോട് പറയുന്നത് മരിയൻ ഉടമ്പടി അക്ഷരം പ്രതി വിശ്വസ്തയോടെ പാലിക്കുക. ഏറ്റെടുത്താൽ അത് വിശ്വസ്തയോടെ നന്നായിട്ട് ചെയ്യുക. എങ്കിൽ അമ്മയും ഈശോയും കൂടെ ഉണ്ടാവും. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാവും. ആ കൃപയിൽ വളരുന്നവർക്ക് എന്നും പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അതിനൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ദൈവത്തിനും അമ്മയ്ക്കും ഇവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്